കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 ലൈബ്രറി കൗൺസിൽ ക്വിസിൻ്റെ കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പുസ്തകങ്ങളെ കൂടാതെ പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യനും വരുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇന്ന്. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ്? കൈനിക്കര കുമാരപിള്ള. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഒ ചന്തുമേനോൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാരാണ്? ഒ വി വിജയൻ. നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര്? ചിന്താമാധുരി. മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷം? 1997. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ചെറുകാട്. തിക്കൊടിയൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. വി കെ എൻ എന്നത് ആരുടെ തൂലിക നാമമാണ്? വി കെ നാരായണൻ കുട്ടി. ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര്? ഗോവിന്ദ പിഷാരടി. ആശാമേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശ്രീകുമാർ. നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലൻ. എൻ വി എന്നറിയപ്പെടുന്നത് ആര്? എൻ വി കൃഷ്ണവാര്യർ. ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? സച്ചിദാനന്ദന്റെ. മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം എന്ത്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. മാലി എന്നറിയപ്പെടുന്നത് ആര്? വി മാധവൻ നായർ. ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? പി സി കുട്ടിക്കൃഷ്ണൻ. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? പാറേമാക്കൽ തോമാ കത്തനാർ. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? എസ് കെ പൊറ്റക്കാട്. കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? സുജാത ദേവി. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? മദിരാശി യാത്ര. കെ പി കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? ബിലാത്തി വിശേഷം. എൻ വി കൃഷ്ണവാര്യർ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? അമേരിക്കയിലൂടെ. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് ആരാണ്? എ കെ ഗോപാലൻ. കെ സി കേശവപിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? കാശി യാത്ര. വി ആർ കൃഷ്ണയ്യരുടെ യാത്രാവിവരണ കൃതി ഏത്? സോവിയറ്റ് യൂണിയനിലൂടെ. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്? പ്രേംജി. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത്? കൂട്ടുകൃഷി. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? എൻ എൻ പിള്ള. കൈയും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര്? തോപ്പിൽ ബാസി. ഉള്ളൂർ എഴുതിയ നാടകം ഏത്? അമ്പ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസന വികൃതി. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആര്? യു എ ഖാദർ. കുറ്റിപ്പെൻസിൽ എഴുതിയതാരാണ്? കുഞ്ഞുണ്ണി മാഷ്. പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ്? കവിഭാരതം. രാമചരിതമാനസം എഴുതിയതാര്? തുളസീദാസ്. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ഏത്? 1941. ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ്? അമൃത പ്രീതം.
രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത്? റെഡ് ബുക്ക്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗീതാരഹസ്യം രചിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത്? ലോങ് വാക്ക് ടു ഫ്രീഡം. ഖുറാനിൽ എത്ര അധ്യായങ്ങളുണ്ട്? 114. ചാൾസ് ഡിക്കിൻസിന്റെ ജന്മദേശം ഏത്? പോർട്ട് സ്മൗത്ത്. ടി.എസ്. ഏലിയട്ട് ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. മാവേലി നാടുവാൺ ഇടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇത് ആരുടെ വരികളാണ്? സഹോദരൻ അയ്യപ്പൻ. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. സ്വാതന്ത്ര്യ സമരകഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകം? മൂലധനം. കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ്? എം.എൻ. പാലൂർ. മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? വയലാർ രാമവർമ്മ. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളം ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? പൂന്താനം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ആട്ടക്കഥ. മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ആത്മാവിൽ ഒരു ചിത. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏത്? മിതവാദി. 1912 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് കെ.പി. കറുപ്പൻ രചിച്ച നാടകത്തിന്റെ പേര്? ബാലകലേശം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം? സഹോദരൻ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? ഇ.എം.എസ്. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി. ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ്? എ.കെ. ഗോപാലൻ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര്? പൊൻകുന്നം വർക്കി. രാമചരിതമാനസം രചിച്ചതാരാണ്? തുളസീദാസ്. തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ? ചിലപ്പതികാരം, മണിമേഖല. ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ്? ശങ്കരാചാര്യർ. കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? എം മുകുന്ദൻ. സത്യാർത്ഥ പ്രകാശം ആരുടെ കൃതിയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. കോരൻ, ചിരുത, ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏതാണ്? രണ്ടിടങ്ങഴി. കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? കോവിലൻ. ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? വിക്ടർ ഹ്യൂഗോ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ചട്ടമ്പി സ്വാമികൾ. പി. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം എന്ത്? തിക്കൊടിയൻ. രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഗീതാഞ്ജലി.
സാമുവൽ ലാങ്ങോൺ ക്ലെമൻസ് ആരുടെ യഥാർത്ഥ നാമമാണ്? മാർക്ക് ട്വൈൻ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ. അസുരവിത്ത്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ജാരനും പൂച്ചയും എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? KV മോഹൻകുമാർ. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച ലോകപ്രശസ്തയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക്. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി C. രാധാകൃഷ്ണൻ എഴുതിയ നോവൽ. തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഗാന്ധിജിയുടെ മരണത്തിൽ മനംനൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി. പൊൻകുന്നം വർക്കിയുടെ തൂലികാ ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക അക്കമ്മ ചെറിയാൻ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവൽ ഗോവർദ്ധന്റെ യാത്രകൾ. വയലാറിന്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേര് പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ് K. ദാമോദരൻ. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ്? SK പൊറ്റക്കാട്. കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏതാണ്? കൂപ്പുകൈ. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യകാരന്മാർ ചേർന്നെഴുതിയ കൃതി ഏത്? നവഗ്രഹങ്ങളുടെ തടവറ. ഏതു മഹാകവിയുടെ കവിതയാണ് കേരളപ്പിറവി ദിനത്തിൽ ആലപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? വൈക്കത്ത് പാച്ചുമുത്ത്. എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? P. കേശവദേവ്. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത്? ബാല്യകാല സഖി. നൈനിത്താൾ പശ്ചാത്തലമാക്കി MD വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? മഞ്ഞ്. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത്? മഗ്ദലന മറിയം. ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് ആരാണ്? പൊൻകുന്നം വർക്കി. മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യത്തിന്റെ രചയിതാവ് കുമാരനാശാൻ. പറങ്കിമല എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? കാക്കനാടൻ. നിഷേധത്തിന്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് ആര്? P. അയ്യനേത്. VKന്റെ മുഴുവൻ പേര് എന്താണ്? വടക്കേ കൂട്ടാല നാരായണൻ നായർ. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച നോവൽ ഏത്? ഭ്രാന്താലയം. ഭാഷാ കൗടില്യത്തിന്റെ രചയിതാവ് ആരാണ്? ചാണക്യൻ. ആശാന്റെ സീതാവാക്യം ആരുടെ രചനയാണ്? സുകുമാർ അഴീക്കോട്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. തന്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി ആര്? വയലാർ രാമവർമ്മ. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? NN പിള്ള. ടാഗോറിന്റെ ഏത് കൃതിക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ആദികാല വേദം എന്നറിയപ്പെടുന്നത് രാമായണം. ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ച് MD വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? അക്കൽധാമയിൽ പൂക്കൾ വിടരുമ്പോൾ. ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1889. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ദാമ്പത്യ സ്മരണകളായി B. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ട സ്മരണകൾ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? PK നാരായണ പിള്ള. പന്തിരുകുലത്തിന്റെ കഥ പറയുന്ന N. മോഹനന്റെ നോവൽ ഏത്? ഇന്നലത്തെ മഴ.
ആയുസിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് ആര്? CV ബാലകൃഷ്ണൻ. പാണ്ഡവപുരം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? സേതു. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? വിദ്യാവിനോദിനി. കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത്? ശബ്ദിക്കുന്ന കലപ്പ. മലയാള ഭാഷയിലെ പ്രഥമ യുദ്ധ നോവൽ ഏതാണ്? ട്രെഞ്ച്. ട്രെഞ്ച് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഏകലവ്യൻ. ONV കുറുപ്പിന്റെ പൂർണ്ണനാമം എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഇരട്ട കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാരാണ്? ടോൾസ്റ്റോയി. വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏത്? ആനന്ദമഠം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സാമൂഹ്യ രാഷ്ട്രീയ നാടകം ഏത്? കൂട്ടുകൃഷി. CV രാമൻ പിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രം ഏത്? മലയാളി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി.